ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുൽഫത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നൊരു ചെറിയ കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ചെറിയ കാര്യമല്ല, ലൈഫിൽ നമ്മൾ കുറേ റൊട്ടീൻസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. മെയിനായിട്ട് സ്ത്രീകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണിത്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ ഇത് ചെയ്യാറുണ്ട്. ഒരു 10 വർഷത്തിനിപ്പുറം നല്ല രീതിയിൽ ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കാശ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, സ്കിൻ കെയറിന് വേണ്ടി. എന്നാൽ ഒരു നോർമലി ഒരു ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലെൻസിങ് ആണ് ഫസ്റ്റ് സ്കിൻ കെയർ റൊട്ടീനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും പൊടിയും അതുപോലെ തന്നെ അഴുക്കൊക്കെ നമ്മുടെ ഫേസിലുണ്ടാവും. അതുപോലെ തന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് അത് നന്നായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിലും അത് അവിടെ ഇരുന്നിട്ട് നമ്മുടെ സ്കിന്നിന് പല തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ ക്ലെൻസിങ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീനിലുള്ളത്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് വാഷ് ചൂസ് ചെയ്യുക. ഫേസ് വാഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഏത് ടൈപ്പാണെന്നനുസരിച്ച് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പല ടൈപ്പിലുള്ള ഫേസ് വാഷ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കി ചൂസ് ചെയ്യുക. നമ്മളെ ഫേസ് ഇപ്പോൾ ചിലർക്ക് ഓയിലി ആയിരിക്കും, ചിലർക്ക് ആക്നെ ഉണ്ടാവും, ചിലർ സെൻസിറ്റീവ് ആയിരിക്കും, ചിലത് ഡ്രൈ ആയിരിക്കും, ചിലർക്ക് നോർമൽ സ്കിൻ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫേസ് വാഷ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു ഫേസ് വാഷ് ഇവിടെ നിന്ന് കാണിക്കാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഗാർണിയറിൻ്റെ സ്കിൻ നാച്ചുറൽ പ്യൂർ ആക്റ്റീവ് പ്യൂരിഫൈയും ഫേസ് വാഷാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷാണ്. ഇത് നമുക്ക് ഇപ്പോൾ ആക്നെയോ അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു പ്രോഡക്റ്റാണ്. ഇത് ഗാർണിയറിൻ്റെ ആണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു ജെൽ ടൈപ്പാണ്. നമ്മൾ ഹിമാലയ ഉണ്ടല്ലോ, നീം ഫേസ് വാഷ്, അതിൻ്റെയൊക്കെ ഒരു സെയിം ടൈപ്പാണ്. ഇതൊരു ഫോംഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് ഇങ്ങനെ ഒരു ജെൽ ടൈപ്പിലാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ആക്നെ അതുപോലെ പിമ്പിൾസ് ഒക്കെ ഉള്ളവർക്ക് ടീനേജിനൊക്കെ പറ്റിയ ഒരു ഫേസ് വാഷാണ് കേട്ടോ. ടീനേജിനാണല്ലോ കൂടുതൽ ഈ പ്രോബ്ലം. അപ്പം അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ശരീരം നമ്മൾ എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആക്കുമോ അത്രത്തോളം നമ്മുടെ സ്കിന്നും ഹൈഡ്രേഷൻ ഉള്ളതാകും. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക, ബോഡിയിൽ അപ്ലൈ ചെയ്യുക. അത് നല്ല രീതിയിൽ പുറമേ നിന്ന് നമ്മളെ സ്കിന്നിൽ ജലാംശം പറ്റിപ്പോവാതെ നല്ല പ്ലംബായിട്ട് നല്ല ജീവനുള്ള സ്കിന്ന് ആയിട്ട് നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് ജോൺസൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. എൻ്റെത് കുറച്ച് ഓയിലിയാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ടൈപ്പ് നോക്കിയാണ് ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നിവ്യയുടെ ഒക്കെ സോഫ്റ്റ് ക്രീം ഉണ്ടല്ലോ, അതൊക്കെ നല്ലതാണ് നമ്മളെ ഫേസിന്. അതും നല്ലതാണ്. എനിക്ക് അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ് ഇത്. ഇത് വിട്ടിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഫേസ് വാഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓയിലി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ആക്നെ പ്രോബ്ലം, പിമ്പിൾസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവർ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ പോഴ്സ് ഒന്നും ക്ലോഗ് ചെയ്യില്ല. അപ്പം വേറെ പിമ്പിൾസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യില്ല. അതല്ലാതെ ഇപ്പം ഡ്രൈ ആയിട്ടുള്ളവർക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നല്ലത്. കുറച്ച് തിക്കായിട്ടുള്ളതൊക്കെ ആണ് കുറച്ചുകൂടെ നല്ലത്. അവർക്ക് കുറച്ച് നല്ല നോർമൽ സ്കിന്നാക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും ബെറ്റർ. നോർമലി കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് അങ്ങനത്തെ ഇത് ചൂസ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കി നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്ലെൻസിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണർ അല്ല യൂസ് ചെയ്യേണ്ടത്. ടോണർ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി, സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ്. നമ്മൾ ഫേസിൽ ഇപ്പോൾ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് അതിൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ, നമ്മൾ ഫേസിൽ കുട്ടി കുട്ടി പോർസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോണർ യൂസ് ചെയ്യുന്നത്. ഒരു സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ സ്കിപ്പ് ചെയ്തത്. നമ്മൾ ക്വിക്കായിട്ടുള്ളൊരു സ്കിൻ കെയർ ആണല്ലോ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് അത് പറയാത്തത്. അത് കഴിഞ്ഞ് സെറംസ് യൂസ് ചെയ്യുന്നവരുണ്ട്. സെറംസ് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് സംസാരിക്കാനുള്ളതുകൊണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. സെറംസ് നമ്മൾ ഫേസിന് എന്താണോ പ്രോബ്ലം അതിനനുസരിച്ചുള്ള സെറംസ് ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. അപ്പോൾ സൺസ്ക്രീന് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ ഹെർബൽ സേഫ് സൺ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനാണ്. ഇത് SPF 70 PA++ ഉണ്ട്. നമ്മളെപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്താലും SPF 30 PA++ എബോ ആയിട്ടുള്ള ഇത് വേണം നോക്കി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് കുറച്ച് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്നത്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റൊക്കെ വെച്ചിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക, വീടിനുള്ളിലും യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സ്കിൻ കെയർ റൊട്ടീനിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.